ഭരിച്ചിരുന്ന മണ്ഡലം. കൊട്ടാരക്കര എന്നാൽ ആർ ബാലകൃഷ്ണപിള്ളയും ആർ ബാലകൃഷ്ണപിള്ള എന്നാൽ കൊട്ടാരക്കരയുമായിരുന്ന കാലം. കാൽനൂറ്റാണ്ടോളം UDFന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലം. ഇത്തവണ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന മണ്ഡലം കൊട്ടാരക്കര. പിള്ളയിലൂടെ UDF ഭദ്രമാക്കി വെച്ചിരുന്ന മണ്ഡലം 2006 ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഐഷ പോറ്റി സ്വന്തമാക്കി. 2011 2016 വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താൻ ഐഷ പോറ്റിക്ക് കഴിഞ്ഞു. എന്നാൽ 2021 സീറ്റ് ഐഷ പോറ്റിയിൽ നിന്ന് KN ബാലഗോപാലിന് നൽകി. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മണ്ഡലം നിലനിർത്താൻ LDFന് കഴിഞ്ഞു. പക്ഷേ ഐഷ പോറ്റിയെ നിലനിർത്താൻ കഴിഞ്ഞില്ല. 2006 LDFൽ വിസ്മയം തീർത്ത ഐഷ പോറ്റി 20 വർഷങ്ങൾക്കിപ്പുറം UDFലും വിസ്മയം ആവർത്തിക്കുമോ? നല്ല പ്രതീക്ഷയാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ട് MLA ആയിരുന്ന സമയം മുഴുവൻ സമയവും ജനങ്ങളോടൊപ്പം നല്ല രീതിയിൽ ഇടപഴകി അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സ്ഥലത്തും എത്തുകയും എല്ലാ സ്ഥലത്തും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനും നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതവർ മറന്നിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ തവണ 10,000-ഓളം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ കരതൊട്ട KN ബാലഗോപാലിന്റെ ഇത്തവണത്തെ പ്രതീക്ഷ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഇപ്പോൾ ആശുപത്രി അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് നമ്മളാണ്. ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൃത്യമായി മുടങ്ങാതെ കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. 2000 രൂപ വെച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ 1000 രൂപ വെച്ച് കൊടുക്കുന്നു. കണക്റ്റീവ് വിദ്യാർത്ഥികളുടെ ജനങ്ങൾ തീരുമാനിച്ചു LDF വന്നാൽ ഇതൊക്കെ ചെയ്യും. LDF വന്നു. ഇത് വലിയ ഉത്തരവാദിത്വമാണ്. 30,000 കോടിയാണ് ഒരു വർഷം കൂടിയത്. അത് മുഴുവൻ കൃത്യമായി കൊടുത്തു തീർത്തു. ഇപ്പോൾ ബാക്കിയും കൂടെ നമ്മൾ പ്രഖ്യാപിച്ചു. അത് ചെയ്യും. ഇടതുപക്ഷം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. 2021 LDF കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയ UDF സ്ഥാനാർത്ഥി R രശ്മിയാണ് ഇന്ന് BJPയുടെ ആയുധം. ഓരോ തവണയും വോട്ട് ശതമാനം കുറഞ്ഞു വരുന്ന BJPക്ക് ഇത്തവണ R രശ്മിയിലൂടെ അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മുന്നണി മാത്രമേ മാറിയിട്ടുള്ളൂ. R രശ്മി എപ്പോഴും R രശ്മി തന്നെയാണ്. തികച്ചും ഈ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും നന്നായി അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തെ കിഴക്കൻ മേഖല ചുട്ടുപൊള്ളുമ്പോൾ കൊട്ടാരക്കരയിലെ തെരഞ്ഞെടുപ്പ് ചൂടും കനക്കുകയാണ്. പ്രവചനാതീതമാകും മണ്ഡലത്തിലെ ത്രികോണ പോരാട്ടം. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.